നിങ്ങൾ നോക്കി ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ സൽഭാവന. ഞാൻ പറയുന്നത് ഈ സൽഭാവന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ട് തന്നെ നിങ്ങൾ എന്നെപ്പറ്റി നല്ലത് വിചാരിക്കണം, ഞാൻ നിങ്ങളെപ്പറ്റി നല്ലത് വിചാരിക്കണം. അതാണ് അതിൻ്റെ മട്ടം. നിങ്ങൾ ഇനിയിപ്പോൾ എന്നെ പറ്റി മോശം വിചാരിച്ചാൽ പോലും ഞാൻ നിങ്ങളെപ്പറ്റി നല്ലതേ വിചാരിക്കാവൂ. തിരിച്ചു അങ്ങനെ തന്നെ. അതാണ് മുസ്ലിമിൻ്റെ കൾച്ചർ. ആ കൾച്ചറിൽ നിന്നുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ള പല സംഗതികളും. ഇത് മനസ്സിലാക്കിയാൽ വിഷയം കഴിഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. നോക്കി, മജ്മൂ ഫത്താവൻ്റെ 13-ാം വാള്യം 96-ാം പേജ് അദ്ദേഹം പറയും. നോക്കി നിങ്ങൾ, വഖദ് ദഹബ കസീറു മിൻ മുബ്തദിഅത്തിൽ മുസ്ലിമീന മിനർ റാഫിളത്തി വൽ ജഹ്മിയ്യത്തി വഗൈരിഹിം ഇലാ ബിലാദിൽ കുഫാർ. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പുത്തൻവാദികളിലുള്ള ധാരാളം ആളുകൾ കാഫിരീങ്ങളുടെ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ പുത്തൻവാദികൾക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത പുത്തൻവാദികളെ പറയുന്നത്. ഒന്ന് റാഫിളികൾ, മറ്റേ ജഹ്മികൾ. ഈ റാഫിളികളും ജഹ്മികളും കാഫിരീങ്ങളാന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ അറിയുന്ന ആളല്ലേ ഇബ്നു തൈമിയ്യ. പക്ഷെ അവരൊന്നും കാഫിർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കാഫിർ എന്നുള്ള അർത്ഥത്തിനല്ല, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ കാഫിർ എന്നുള്ള അർത്ഥത്തിനല്ല, അവരുടെ ആശയങ്ങളിൽ കുഫർ ഉണ്ട് എന്നുള്ള അർത്ഥത്തിനാണ് പറയുന്നതൊക്കെ. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇബ്നു തൈമിയ്യ പറയുന്നത് പുത്തൻവാദികൾ അവർ പല വിദൂര രാജ്യങ്ങളിലേക്കും പേർഷ്യയിലേക്കും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ആ മുസ്ലിമീങ്ങളുടെ നാടുകളിലേക്ക് പോയി. എന്നിട്ട് അസ്ലമ അലാ യദൈഹി ഖൽഖുൻ കസീറുൻ. അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കാരണം ഓല് പോകുക പറഞ്ഞാൽ ഓരോ ആശയം പ്രചരിപ്പിക്കാനാണ് പോകുന്നത്. ഒരു മാസിക വിതരണം ചെയ്യും, പ്രഭാഷണം നടത്തും, സെമിനാർ നടത്തും. അപ്പോൾ അത് കേട്ടിട്ട് കുറേ ആൾക്കാർ വിഗ്രഹാരാധന നിർത്തും, കുറേ ആൾക്കാർ അമ്പലത്തിൽ പോകുന്നവർ പള്ളിക്ക് വരാൻ തുടങ്ങും, ചർച്ചിൽ പോകുന്നവർ മസ്ജിദിലേക്ക് വരാൻ തുടങ്ങും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രബോധനം കാരണമായിട്ട്, അവരുടെ പ്രബോധനം കാരണമായിട്ട് കുറേ ആളുകൾ മുസ്ലിമായി അസ്ലമ എന്ന് പറഞ്ഞാൽ അസ്ലമ മുസ്ലിമായി. ഷിയാക്കളുടെ റാഫിളി, ഷിയാക്കൾ എന്നല്ല പറഞ്ഞത്, റാഫിളികൾ തന്നെ പറഞ്ഞു. എന്നിട്ട് പറയണം വന്ദ ഫൗദിദാലിക്ക, അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവർക്ക് ഒരുപാട് ഉപകാരവും കിട്ടി. വസാറു മുസ്ലിമീന മുബ്തദീൻ, അവർ പുത്തൻവാദികളായ മുസ്ലിമീങ്ങളായി മാറി. അവർ നേരത്തെ ഹിന്ദുക്കളായിരുന്നു, ഇപ്പം പുത്തൻവാദികളായ മുസ്ലിങ്ങളായി മാറി. ഏതാ നല്ലത് നിങ്ങൾ പറയും? നേരത്തെ ക്രിസ്ത്യാനികളായിരുന്നു, ഇപ്പം റാഫിദികളായ മുസ്ലിമീങ്ങളാണ്. ഏതാ നല്ലത്? വഹുവ ഖൈറും മിൻ അൻ യകൂനു കുഫാറൻ. അവർ കാഫിര്യങ്ങളായി ശിഷ്ടകാലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയാണ്. ഇതാണ് നീതിബോധം എന്ന് പറയുന്നത്, ഇൻസാഫ്, സൽഭാവന, ഹുസ്നുൽ ദന്ന് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മുടെ എതിരാളികളായ ആളുകളിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത്രേ പറയുന്നുള്ളൂ.